അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷിക്കുന്നതിൻ്റെ മര്യാദയായിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വലങ്കൈ കൊണ്ടാണ് ഭക്ഷിക്കേണ്ടത് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഒരാൾ ഇടങ്കൈ കൊണ്ട് ഭക്ഷിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, കുൽ ബി യമീനിക്ക, നിൻ്റെ വലങ്കൈ കൊണ്ട് ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ലാ അസ്തതിയോ, എനിക്കതിന് കഴിയൂല എന്ന് പറഞ്ഞു. ഹദീസ് റിപ്പോർട്ട് ചെയ്ത സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മനഹു ഇല്ലൽ കിബർ, അദ്ദേഹത്തിനക്ക് വലങ്കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ടല്ല എനിക്കത് കഴിയുകയില്ല എന്ന് പറഞ്ഞത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ കിബർ കാരണമായിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. ആയതുകൊണ്ട് തന്നെ ഫമാ റഫഅഹ ഇലാ ഫീഹീന, പിന്നീട് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കൈ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് ഹദീസിൽ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ നമ്മളെ കിബറൊന്നും നമ്മളെ നന്മ ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കലും തന്നെ തടസ്സമാവാൻ പാടില്ല. കിബിർ പാടില്ല, ഏതായാലും അത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് ആ കിബിർ മുഖേന നല്ല കാര്യം ചെയ്യുന്നതിനെ തൊട്ട് പിന്തിരിയാനോ അല്ലെങ്കിൽ വലിയ ഒരു വ്യക്തി നല്ലൊരു കാര്യം കൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയെ ഇകഴ്ത്തുന്ന രൂപത്തിൽ എനിക്കത് സാധിക്കുകയില്ല എന്ന് കിബിറോടുകൂടെ പറയുവാനോ ഒന്നും പാടില്ല. അങ്ങനെയാകുമ്പോൾ ഈ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ താഴ്മയോടുകൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.